Last day we have ended our portion with the repositioning. Repositioning and brand repositioning. What are the benefits? These all were discussed. So today we are moving on to the brand equity. Brand equity എന്നാണ് അതിൻ്റെ കീ എലമെൻറ്റ്സ് എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളാണ് ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് വി വോണ്ട് ടു സീ വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഗിവൺ ബൈ ഡേവിഡ് ആർക്കർ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റിന് എന്തെല്ലാമാണ് അതിന് കിട്ടുന്നത്, എത്ര വാല്യൂസ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഗുഡ് വിൽ, ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊമോഷൻ കൊടുത്തു കഴിയുമ്പോൾ ഗുഡ് വിൽ ആയിരിക്കും കമ്പനി കിട്ടുന്നത്, അതൊരു അസറ്റാണ്. ചിലപ്പോൾ ലയബിലിറ്റീസ് ഉണ്ടാവാം ഒരു പ്രൊഡക്റ്റിന്, അതെല്ലാത്തിൻ്റെയും കൂടെ ഒരു സം, അല്ലെങ്കിൽ ദ ടോട്ടൽ സം ഓഫ് ദ വാല്യൂസ്, അസറ്റ് ആൻഡ് ദ ലയബിലിറ്റീസ് ജനറേറ്റഡ് ബൈ എ ബ്രാൻഡ് പ്രൊഡക്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇതാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഗിവൻ ബൈ ഡേവിഡ് ആർക്കർ? A set of asset and liability linked to a brand, its name and symbol, that add to or subtract from the brand, subtract from the value provided by a product or service to a firm or and owe that firm's consumers. It's a difficult title, so you can have any simple definitions also. That is, the additional amount of money consumers are willing to pay for a brand compared to other brands. നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഈവൻ ഇഫ് വി വിൽ കോംപ്രമൈസ് ദാറ്റ് മണി ഫോർ ബൈയിങ് ദാറ്റ് പ്രൊഡക്റ്റ്, അത് എത്രത്തോളം അഡീഷണൽ എമൗണ്ട് ആണോ നമ്മൾ കൊടുക്കുന്നത്, അതിനെ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാം. Or it is a sum total of all the asset or the liability generated over a product over a period of time. ഒരു പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫുൾ സം ഓഫ് ദ വാല്യൂസ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി by a branded product over a period of time can be called as a brand equity. അപ്പോൾ ഇതാണ് ഡെഫിനേഷൻ ബ്രാൻഡ് ഇക്വിറ്റിയിൽ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ബ്രാൻഡ് ഇക്വിറ്റി റീച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു ബ്രാൻഡിന് ഈ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലേറ്റർ ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു എ ബ്രാൻഡ് ഇക്വിറ്റി. വാട്ട് ആർ ദ മേജർ എലമെൻറ്റ്സ് ദെൻ? ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് അവെയർനെസ്, പെർസീവ്ഡ് ക്വാളിറ്റി, ബ്രാൻഡ് അസോസിയേഷൻ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ലോഗോ, പാക്കേജ് എക്സെട്ര. ഈ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്രാൻഡിന് ഇക്വിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദീസ് എലമെൻറ്റ്സ് ആഡ് ഓൺ ടു ദ ഇക്വിറ്റി. വാട്ട് ആർ ദ മേജർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ദ കാറ്റഗറീസ് ആർ ഡിസ്കസ്ഡ്. സോ വി വിൽ ഗോ ഇൻ ടു ഡീപ്പ് ഇൻ വാട്ട് ഇസ് മെൻ ബൈ ബ്രാൻഡ് ലോയൽറ്റി, അവെയർനെസ്, എവറിത്തിങ്. ഈ വേർഡ്സ് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവാറുണ്ട്. പേറ്റന്റ്, ട്രേഡ് മാർക്സ് എല്ലാം നിങ്ങൾ പഠിച്ചതുമായിരിക്കും. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ദ ബ്രാൻഡ് ലോയൽറ്റി. എന്താണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറിന് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ആ ബ്രാൻഡ് വാങ്ങാനോ എന്നുള്ള കണ്ടിന്യൂസ് തോന്നുക. നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാലും അടുത്ത പ്രാവശ്യവും നമ്മൾ അതിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നത്, അതിനെയാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി അറ്റാച്ച്മെൻറ്റ് ദാറ്റ് എ കൺസ്യൂമർ ഹാസ് ടു എ ബ്രാൻഡ്. ഒരു വേറൊരു ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്യാനോ ഒന്നും തോന്നാത്ത രീതി. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കോൾഗേറ്റ് ആണ് ടൂത്ത് പേസ്റ്റ് ആയിട്ട് വാങ്ങുന്നതെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് കോൾഗേറ്റ് തന്നെ വാങ്ങാനുള്ള ഒരു പ്രിഫറൻസ് ഉണ്ടാവും. അതിനെയാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. അതിന് ഫീച്ചേഴ്സ് കുറച്ച് മാറിയാലും പ്രൈസ് ചെറിയ ചേഞ്ച് വന്നാലും ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. സോ ദിസ് ഇസ് കോൾഡ് ദ ബ്രാൻഡ് ലോയൽറ്റി. സെക്കൻഡ് എലമെൻറ്റ് ഇസ് ദ ബ്രാൻഡ് അവെയർനെസ്. ബ്രാൻഡ് അവെയർനെസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ബ്രാൻഡ് തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റുമായിട്ട് കംഫർട്ടബിൾ ആവും. നമുക്ക് ഇപ്പോൾ പേസ്റ്റ് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു ആയുർവേദിക് പേസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ചിലപ്പോൾ ഇഷ്ടമാവും. ഓട്ടോമാറ്റിക്കലി ദേ ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ദ ബ്രാൻഡ്. അങ്ങനെ സ്ഥിരമായിട്ട് ആ പ്രൊഡക്റ്റ് തന്നെ വാങ്ങും. അതിനെയാണ് നമ്മൾ ബ്രാൻഡ് അവെയർനെസ്, നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റി മാക്സിമം അവെയർനെസ് കിട്ടുക. സോ അവെയർനെസ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് ബ്രാൻഡ് ഇക്വിറ്റിയും കൂടും. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് എലമെൻറ്റ്, ദാറ്റ് ഇസ് ബ്രാൻഡ് അവെയർനെസ്. തേർഡ് വൺ ഇസ് എ പെർസീവ്ഡ് ക്വാളിറ്റി. പെർസീവ്ഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ഒരു ക്വാളിറ്റി പെർസെപ്ഷൻ ആയിരിക്കില്ല വേറൊരു കസ്റ്റമറിന്. എനിക്ക് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാം, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫീച്ചർ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ബട്ട് അതർ കസ്റ്റമേഴ്സ് വിൽ ബി പ്രിഫറിങ് ദാറ്റ് പ്രൊഡക്റ്റ് ഓവർ സം അതർ കേസസ് ഓർ അതർ ഫീച്ചേഴ്സ്. അപ്പോൾ പെർസെപ്ഷൻ ക്വാളിറ്റി പല കസ്റ്റമേഴ്സിനും പലതായിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം പെർസെപ്ഷൻ ക്വാളിറ്റി നമുക്ക് കൂടുതലാണോ അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും ആ പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാനോ അതേപോലെ ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാനോ. ഇൻ ടേൺ ഇറ്റ് വിൽ ആഡ് ടു ദി ബ്രാൻഡ് ഇക്വിറ്റി ഓൾസോ. ദാറ്റ് ഈസ് പെർസീവ്ഡ് ക്വാളിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ ബ്രാൻഡ് അസോസിയേഷൻ. ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഗ്രി ടു വിച്ച് എ പെർട്ടിക്കുലർ ബ്രാൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ജനറൽ പ്രൊഡക്റ്റ് കാറ്റഗറി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കൺസ്യൂമർ. നമ്മുടെ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ആ പ്രൊഡക്റ്റ് കാറ്റഗറി ആയിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആണ്, അതാണ് ബ്രാൻഡ് അസോസിയേഷനിൽ
വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉജാല എന്ന് കേൾക്കുന്ന നമ്മളെപ്പോഴും അത് ശരിക്കും എന്താ ഒരു ലിക്വിഡ് ബ്ലൂ ആണ്. നമ്മുടെ ഡ്രസ്സിനുള്ള നീലമുക്ക എന്ന് പറയും, നീലമുക്കുന്നതിനെയാണ്. പക്ഷെ നമ്മളുടെ ആ ടേം ഉജാല എന്നുള്ള വാക്കായി ഇപ്പം നമ്മുടെ മനസ്സിൽ, ആ പ്രൊഡക്റ്റ് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അങ്ങനെ അതേപോലെ ഫ്രിഡ്ജ് എന്നാണ് നമ്മൾ റെഫ്രിജറേറ്ററിന് പറയുന്നത്. ആക്ച്വലി ഫ്രിഡ്ജ് ഇസ് നോട്ട് എ പ്രൊഡക്റ്റ്, ഇറ്റ് ഇസ് എ കമ്പനി നെയിം. ഫ്രിഡ്ജ് എന്നൊരു കമ്പനി നെയിം ആയിരുന്നു റെഫ്രിജറേറ്ററിൻ്റെ. പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് എന്തായി നമ്മൾ ലോക്കലായിട്ട് സംസാരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുക എന്ന രീതിയിൽ പറയാറില്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ബ്രാൻഡ് അസോസിയേഷൻ. നമ്മളത് അസോസിയേറ്റ് ചെയ്യും, നമ്മൾ കസ്റ്റമേഴ്സ് ആ ബ്രാൻഡ് നെയിം വെച്ചിട്ടാണ് കടയിൽ ചോദിക്കുന്നത്. So that is the association. And last, another proprietary brand assets like the patent, trademark, logo, package. ഇതെല്ലാം ബ്രാൻഡ് ഇക്വിറ്റിക്ക് കാരണമാവും. ട്രേഡ് മാർക്ക് ഉള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പേറ്റൻ്റ് ഉള്ള പ്രൊഡക്റ്റിന് ബ്രാൻഡ് ഇക്വിറ്റി കൂടുതലായിരിക്കും. ആൻഡ് ലോഗോസ് അനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ it will add to the brand equity. Similarly, the package will also. നമ്മൾ പാക്കേജിൽ നല്ല രീതിയിൽ പാക്കേജ് ഇഷ്ടപ്പെട്ട് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വാങ്ങുന്നുണ്ടാകും. കൂടുതലും അത് കുട്ടികളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പാക്കേജ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കിൻഡർ ജോയ് കണ്ടിട്ട് അതിൻ്റെ ഷേപ്പും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ കളറും ഒക്കെ കണ്ടിട്ടാണ് കുട്ടികൾ വാങ്ങുന്നത്. സോ പാക്കേജ് ക്യാൻ ഓൾസോ ആഡ് ടു ദി brand equity. So these are the major elements of brand equity. So we have discussed what is meant by brand equity. That is the sum total of the values, assets and the liability generated by a branded product over a period of time. Then we have seen the various elements of brand equity like brand loyalty, brand awareness, perceived quality, brand association, patent, trademark, logo and package, etc. ഇനി നമുക്ക് ഈ ബ്രാൻഡ് ഇക്വിറ്റി എന്തെല്ലാം രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി, ദാറ്റ് ഇസ് ടു ബി ഡിസ്കസ്. അതിൽ ഏതെല്ലാം സോഴ്സസ് ആണ് നമുക്ക് നോർമലി പറയാവുന്നതാണ്. മാർക്കറ്റ് റിസർച്ച്, ക്വാളിറ്റി, marketing mix, brand extension, customer opinion and customer satisfaction. These are the major sources. ഇതിനൊക്കെയാണ് നമുക്ക് ബ്രാൻഡ് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതിലെ ആദ്യത്തേതാണ് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളൊരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വാളിറ്റേറ്റീവ് അതേപോലെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അറിയണം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്. ഇപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇറക്കിയാൽ തന്നെ ആ പ്രൊഡക്റ്റിന് മാർക്കറ്റ് റീച്ച് കിട്ടുമോ, കസ്റ്റമേഴ്സ് വാങ്ങുമോ എന്ന രീതിയിലൊരു മാർക്കറ്റ് റിസർച്ച് വേണ്ടി വരും. ആ റിസർച്ചിലൂടെയാണ് നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് എന്തെല്ലാം അഡോപ്റ്റ് ചെയ്യണമെന്നും അറിയേണ്ടത്. ആൻഡ് വിച്ച് വിൽ ഇൻ ടേൺ ലീഡ് ടു ബ്രാൻഡ് ഇക്വിറ്റി. അങ്ങനെയാണ് നമുക്ക് ബ്രാൻഡ് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് വൺ, മാർക്കറ്റ് റിസർച്ച്. സെക്കൻഡ് വൺ ഇസ് എ ക്വാളിറ്റി. ക്വാളിറ്റി മെയിൻ ആണ്. ഇപ്പം നമ്മൾ എന്ത് രീതി മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അറിഞ്ഞു, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലായി, നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിൽ. പക്ഷേ അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും കസ്റ്റമേഴ്സ് വാങ്ങത്തില്ല. ഒരു എവർലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് നല്ലതാണ്, ക്വാളിറ്റി ബേസ് നല്ലതാണ്, അവർ കൊടുക്കുന്ന വാല്യൂവിന് അത് ഫീസിബിൾ ആണ്, ഓർ ദാറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ദം എന്ന് വന്നാൽ മാത്രമേ ഒരു കസ്റ്റമർ ആ പ്രൊഡക്റ്റ് പിന്നെയും വാങ്ങുകയുള്ളൂ, ഓർ ആൻഡ് ഇൻ ടേൺ വിൽ develop the brand equity of the product. So quality is another important source of brand equity. Third one is a marketing mix. മാർക്കറ്റിംഗ് മിക്സ് എടുക്കുന്നതും ബെസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഏത് രീതി, പ്ലേസ്, ടൈം, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പ്രൊമോഷൻ, ഇറ്റ്സ് പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഇതിനെ. അതേപോലെ പ്രൈസും 4 P's വരും. പ്രൈസ്, പ്രൊഡക്റ്റ്, the place and the promotion. These 4 P's of marketing mix are to be proper. Only when the product is provided at the correct place, at the correct price and with the correct promotion strategy, it can reach the customers and can develop a brand equity. Okay, that is the third one. Marketing mixil നമ്മൾ എന്തെല്ലാം നോക്കണ്ടേ. Fourth one is the brand extension. ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ്, പുതിയൊരു പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യണം. ഒരേ ബ്രാൻഡ് നെയിമിൻ്റെ കീഴിൽ വേറൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ ആദ്യം എന്തായിരുന്നു, പൗഡേഴ്സ് അല്ലെങ്കിൽ സോപ്പ്, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലേറ്റർ ദേ ഹാവ് ആഡഡ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ടോയ്സ് ആഡ് ചെയ്തു, വൈപ്സ് ആഡ് ചെയ്തു, അങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തു വന്നു. അങ്ങനെ ഒരേ ബ്രാൻഡ് നെയിമിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റിനെ കൂട്ടിയെടുക്കും. അപ്പോൾ കൂട്ടി എടുക്കുമ്പോൾ എന്ത് വരും, കസ്റ്റമേഴ്സ് പിന്നെയും ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡർ വാങ്ങുന്നവർ വൈപ്സ് നോക്കുമ്പോഴും ജോൺസൺ ആൻഡ് ജോൺസൺ ഉണ്ടെന്ന് അറിയുമ്പോൾ അതേ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പം അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ബേസും കൂട്ടാൻ പറ്റും, കുറേ കസ്റ്റമേഴ്സ് വാങ്ങും. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെ തന്നെയാണ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് വാഷ് വരുന്നത്. അപ്പോൾ കുട്ടികൾ മാത്രം വാങ്ങിയിരുന്ന സാധനത്തിൽ ഈ പ്രൊഡക്റ്റ് എക്സ്റ്റൻഷൻ ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മളും വാങ്ങാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു ടീനേജ് അല്ലെങ്കിൽ അഡൾട്ട്സ് ഒന്നും പ്രിഫർ ചെയ്യാൻ തുടങ്ങി. So this it increases the customer base and also this it adds to the brand equity. Then next one is the customer opinion. Customer opinion വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ എന്താണ് കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആകുക. ദേ ഹാഡ് എ ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് അവർ കമ്പനി ടു ക്രിയേറ്റ് എ ഗുഡ് വിൽ അബൌട്ട് ആ കമ്പനി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിനുള്ള എല്ലാ ഷോർട്ട് കമ്മിങ്സും ഒക്കെ മാറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കസ്റ്റമറിൽ നിന്ന് ഒപ്പീനിയൻ എടുക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു സർവേ നടത്താം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ഒരു സ്റ്റഡി നടത്താൻ വേണ്ടി കസ്റ്റമറിൻ്റെ പർച്ചേസ് വ്യൂ ചെയ്ത് നമുക്ക് സ്റ്റഡി നടത്താം. ഓൾ ദീസ് വിൽ ആഡ് ടു ദി ബ്രാൻഡ് ഇക്വിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി നോ ദാറ്റ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് പ്രൊഡക്റ്റ് സെയിൽ ആവുന്നത്. So it is another important source of brand equity. So we have discussed what are the major sources of brand equity. What are the market research, the quality of the product, the marketing mix adopted, the brand extension strategies, customers' opinion and customer satisfaction. About 6 points are there. So today we have discussed what is brand equity, what is the major sources of brand equity and also the elements. And now we want to see what are the drivers of brand equity. എന്തെല്ലാമാണ് ബ്രാൻഡ് ഇക്വിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡ്രൈവേഴ്സ്. എന്തെല്ലാം കൂടെയാണ് ഇത് നമ്മൾ എലമെൻറ്റ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ വരാറുണ്ട്. വാട്ട് ആർ ദ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി, ഇത് ബ്രാൻഡ് അസോസിയേഷൻ, ലോയൽറ്റി, പ്രൊപ്പറേറ്ററി അസറ്റ്സ്, ഇതെല്ലാം വന്നതാണ്. അതേ കാര്യങ്ങളാണ് ഡ്രൈവേഴ്സ് ആയിട്ട് പറയുന്നത്, സോഴ്സസ് ആയിട്ട് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് എ പെർസീവ്ഡ് ക്വാളിറ്റി. ഒരു കസ്റ്റമർ എങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റിനെ പെർസീവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് രീതിയിൽ റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അത് കസ്റ്റമറിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ പെർസീവ്ഡ് ക്വാളിറ്റി ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡ്രൈവർ ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി. സെക്കൻഡ് വൺ ഇസ് എ ബ്രാൻഡ് അവെയർനെസ് ഓഫ് ദ നെയിം അവെയർനെസ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരിനെ പറ്റി അറിയാൻ വേണ്ടി കസ്റ്റമേഴ്സ് പിന്നെയും പ്രൊഡക്റ്റ് വാങ്ങണം. നമ്മുടെ പ്രൊഡക്റ്റ് വേറൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ it means that our product is having a better equity over the other product, or better it can overrun the other products. എന്നത് ബ്രാൻഡ് അവെയർനെസ്സിലൂടെ കിട്ടുന്നത്. സിമിലർലി ബ്രാൻഡ് അസോസിയേഷൻ, നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ അതിൻ്റെ പേര് കൊണ്ട് ആ പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു ഉജാല എന്നുള്ളതാണ്, ലിക്വിഡ് ബ്ലൂ ആണ്, പക്ഷേ വി ആർ പ്രിഫറിങ് ദ നെയിം ഉജാല ഫോർ പർച്ചേസ് അല്ലേ. അങ്ങനെ വരുന്നതിന് ബ്രാൻഡ് അസോസിയേഷൻ വരാം. ദെൻ ബ്രാൻഡ് ലോയൽറ്റി, കസ്റ്റമർ എത്രത്തോളം പിന്നെ ആ പ്രൊഡക്റ്റിനെ തന്നെ വാങ്ങും എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രൈവറാണ്. ആൻഡ് അതർ പ്രൊപ്പറേറ്ററി റൈറ്റ്സ് ലൈക്ക് ബ്രാൻഡ്, പേറ്റൻസ്, ട്രേഡ് മാർക്സ് എക്സെട്ര. ഓക്കെ, ദീസ് ആർ ദ മേജർ ഡ്രൈവേഴ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി. ഇത് നമുക്ക് ഇതിൻ്റെ സോഴ്സസ് എലമെൻറ്റ്സ് ഒക്കെ പറഞ്ഞാലും ഡ്രൈവേഴ്സ് എവറിത്തിങ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ ഡ്രൈവേഴ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി. ഇപ്പം നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റിയുടെ ഓരോ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഈ ബ്രാൻഡ് ഇക്വിറ്റിയോട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കൊണ്ടുവന്നത്. ദാറ്റ് ഇസ് വാട്ട് ആർ ദ മേജർ സിഗ്നിഫിക്കൻസ് ഗിവൺ ടു ദി കസ്റ്റമേഴ്സ് ആൻഡ് ഓൾസോ മാർക്കറ്റേഴ്സ്. ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് ഇക്വിറ്റി ഉണ്ടെങ്കിൽ അത് എത്ര ഗുണമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് തരുന്നത്, അതേപോലെ മാർക്കറ്റേഴ്സിന് എന്തെല്ലാം ഗുണങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദി സിഗ്നിഫിക്കൻസ് ടു എ കസ്റ്റമർ. കസ്റ്റമറിന് ഒരു ബ്രാൻഡ് ഇക്വിറ്റി പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുക. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഇൻഫർമേഷൻ പ്രോസസ്സിങ്. ഒരു ബ്രാൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആൻഡ് വെൽ ഇക്വിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി സ്റ്റോർഡ് and the information can be easily stored, the process and interpreted by the customers. കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ വാല്യൂസും അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് മെർസിഡസ് ബെൻസ് എന്ന് പറയുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് ആണെന്നറിയാം. ബെസ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ബെൻസ് എന്ന് നമുക്ക് അറിയാം. സോ we know how it what are the major information related to that. ഒരു ഇൻഫർമേഷൻ അതിനെപ്പറ്റി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് ആൻ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദോസ് പ്രൊഡക്റ്റ് വിച്ച് ആർ ഹാവിംഗ് ബെറ്റർ ബ്രാൻഡ് ഇക്വിറ്റി. That is the first significance. Second one is confidence creation to make purchase decision. ഇപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയാൽ മതി, ഇതിന് ബെസ്റ്റ് ആയിട്ട് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ്, ബ്രാൻഡ് ഇക്വിറ്റി എല്ലാം ഉള്ള പ്രൊഡക്റ്റ് ആണ്. സോ വി ഡോണ്ട് വോണ്ട് ടു സ്വിച്ച് ഓവർ ടു അനദർ പ്രൊഡക്റ്റ് ഓർ തിങ്ക് ഓവർ അനദർ പ്രൊഡക്റ്റ്. വി ക്യാൻ വിതൗട്ട് സീയിങ് എനിത്തിങ് വി ക്യാൻ ബൈ ദറ്റ് പ്രൊഡക്റ്റ്. ഒട്ടും സംശയമില്ലാതെ നമുക്ക് വാങ്ങാം. സോ ഇറ്റ് ബിൽഡ്സ് മോർ കോൺഫിഡൻസ് ഇൻ ദ ബയേഴ്സ് ദാൻ ബൈയിങ് എ നോൺ ബ്രാൻഡഡ് ഓർ അൺനോൺ
ബ്രാൻഡ് പ്രൊഡക്റ്റ്. അറിയാത്തൊരു പ്രൊഡക്റ്റിനെ വെച്ച് വാങ്ങണ്ട എന്ന് വെച്ചാൽ നമുക്ക് വാങ്ങി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് വെരി ഗുഡ് അബൌട്ട് ദോസ് brand. That is the second significance to the consumer. Third one is it will always give customer satisfaction. കസ്റ്റമേഴ്സിന് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിനെ വാങ്ങും അല്ലേ. ഇപ്പോൾ ഒരു ചായ തന്നെ കണ്ണൻദേവനാണ് യൂസ് ചെയ്യുന്ന ഒരാൾ, കണ്ണൻദേവൻ്റെ തേയിലപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഗ്രാജുവലി നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കണ്ണൻദേവൻ കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. സോ വി ആർ ഹാവിങ് എ believe that it will give only good product, good quality products because it is a branded company having greater equity also. So we don't switch over to any unknown or unbranded products in case of കണ്ണൻദേവൻ. അങ്ങനെ മാറാതെ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിലനിർത്തുന്ന കസ്റ്റമേഴ്സിനെ നിലനിർത്താനും അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉള്ള പ്രൊഡക്റ്റിന് സാധിക്കുന്നതാണ്. ദിസ് ഇസ് ദ തേർഡ് significance of brand equity to a customer. So it facilitates easy information collection about the product. It builds confidence among the customers and also it gives better satisfaction of the product to the customers. So these are the major significance. അതേപോലെ തന്നെ ഇപ്പം കസ്റ്റമേഴ്സിന് ഇത്രയെല്ലാം ഗുണങ്ങൾ തന്നിരുന്നെങ്കിൽ മാർക്കറ്റേഴ്സിനും കുറച്ച് ഗുണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിനെ വിൽക്കുന്നവരെയല്ലേ നമ്മൾ മാർക്കറ്റേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മേജർ സിഗ്നിഫിക്കൻസ് പ്രൊവൈഡഡ് ടു ദ മാർക്കറ്റേഴ്സ് ഇൻ ടേൺ? It reduces overall expenses in marketing activities. We need not give much on the advertisements for the branded product than as compared to the unbranded products. Unbranded productsന് കൊടുക്കേണ്ടതോ അതേപോലെ അൺനോൺ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യേണ്ട അത്രയും ബുദ്ധിമുട്ടില്ല ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ. ബിക്കോസ് ഇറ്റ് ഈസ് വെൽ നോൺ ടു ദ കസ്റ്റമേഴ്സ്. ഇപ്പം താജ്മഹൽ ടീ അല്ലെങ്കിൽ കണ്ണൻദേവൻ എന്നുള്ള പ്രൊഡക്റ്റെല്ലാം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ അതിന് കൂടുതലായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ആവശ്യമില്ല. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടല്ല വാങ്ങുന്നത്. നമുക്കതിനോടുള്ള ഒരു ലോയൽറ്റി കാരണം അല്ലെങ്കിൽ ഇക്വിറ്റി കാരണമാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. സോ ദ മാർക്കറ്റേഴ്സ് നീഡ് നോട്ട് ഗീവ് എനി കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. സ്മോൾ അഡ്വർടൈസ്മെൻറ്റ്സ് വേണ്ടി വരുമായിരിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒന്നും അഡോപ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. ദേ നീഡ് നോട്ട് ഗീവ് മച്ച് ഓഫ് ദി പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇൻ ടേം. ഇപ്പോൾ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ ആദ്യമായിട്ട് ഒരു ടീ തന്നെ പുതിയൊരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, പുതിയൊരു കമ്പനിയാണ് ടീ പൗഡർ കൊടുക്കുന്നതെങ്കിൽ ദേ നീഡ് ടു ഗീവ് ഗ്രേറ്റ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. ഡിസ്കൗണ്ട്സ് കൊടുക്കേണ്ടി വരും, സാഷേ കൊടുക്കേണ്ടി വരും, അങ്ങനെ പല രീതിയിലുള്ള ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് പോലെ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് വിറ്റ് ശ്രമിച്ചു നോക്കേണ്ടി വരും, സർവേസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. But in case of a brand equity products, they need not give much on the sales promotion. Only mere advertisements will be required. Okay, that is the first one. അങ്ങനെ ഓവറോൾ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ്സിന്. Then improved customer loyalty. കസ്റ്റമറിനെ ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അതേ പ്രൊഡക്റ്റിലേക്ക് തന്നെ പ്രിഫർ ചെയ്യും. ദേ വോണ്ട് സ്വിച്ച് ഓവർ ടു അതർ പ്രൊഡക്റ്റ്. ഇൻ കേസ് ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ഗിവിംഗ് ബെറ്റർ ക്വാളിറ്റി ദാൻ അവർ പ്രൊഡക്റ്റ്, ദെൻ ഓൺലി ദേ വിൽ സ്വിച്ച്. മാക്സിമം ആയിട്ട് നമുക്ക് അവരെ നിലനിർത്താൻ പറ്റും. കുറേ ഒന്നും എഫേർട്ട് ഇല്ലാതെ തന്നെ കസ്റ്റമേഴ്സിനെ നിലനിർത്തി അവരുടെ ലോയൽറ്റി കീഴടക്കാനും നമുക്ക് ഒരു ബ്രാൻഡ് ഇക്വിറ്റി പ്രൊഡക്റ്റിന് സാധിക്കുന്നതാണ്. ദെൻ തേർഡ് വൺ, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദി ഗ്രോത്ത് ഓഫ് ദ ഫേം. ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, നമ്മുടെ ബ്രാൻഡ് ഇക്വിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റിനെ സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇൻ ടേൺ ദാറ്റ് വിൽ ഇൻക്രീസ് ദി ഗ്രോത്ത് ഓഫ് ദ ഫേമിൻ്റെ ഗ്രോത്തിന് കാരണമാകും. നമുക്ക് ബ്രാൻഡിന് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ നടത്താം. ബ്രാൻഡ് എക്സ്റ്റൻഷൻ നടത്തി തന്നെ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ തന്നെ പ്രിഫർ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് ദ ഫേം. Then fourth, more readily access the distribution chain for other product. നമുക്ക് കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെയൊക്കെ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എല്ലാം വളരെ സുഖമായിട്ട് കിട്ടും. ഒരു കണ്ണൻദേവൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതും അതേപോലെ ഒരു നോർമലായിട്ടുള്ള അത്ര പേരില്ലാത്തൊരു ടീ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതും രണ്ട് രീതിയിലാണ്. കുറേ പേരുണ്ടാവും ഒരു വെൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ബട്ട് ഇൻ കേസ് ഓഫ് എ സ്മോളർ ലോ വാല്യൂ പ്രൊഡക്റ്റ് ഇറ്റ് വിൽ ബി ഹാവിങ് ലെസ്സർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അത്ര ധൈര്യം ഉണ്ടാവില്ല ആ പ്രൊഡക്റ്റിനെ എടുക്കാൻ വേണ്ടി. ഇത് വേഗം കണ്ടുപിടിക്കാനും അവർക്ക് അത് സെല് ചെയ്യാനും സുഖമായിരിക്കും. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടുതലായിരിക്കും. സോ ദീസ് ആർ ദ മേജർ സിഗ്നിഫിക്കൻസ് ടു എ മാർക്കറ്റർ. മാർക്കറ്ററിന് എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ബ്രാൻഡ് ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഓവറോൾ ആയിട്ടുള്ള എക്സ്പെൻസസ് കുറയ്ക്കാം ഫോർ ദി അഡ്വർടൈസിങ്, അത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ എക്സെട്ര.
Then improved customer loyalty can be created by a brand equity product. Then it will lead to the growth of the firm. It can have a greater distribution chain. Then distributors will be easily available for a branded or brand equity products than the other unknown or unbranded products. So these are the major significance of the brand equity to the consumers and or the customers and the marketers. So we have seen what are the major elements of brand equity, what are the major drivers, what are the sources, and what is the significance of brand equity. So brand equity ഒരു മെയിൻ ഫാക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലായി ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിൽ. പക്ഷേ ഇത് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ പ്രോസസ്സ് അല്ല. പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. അത് കാരണം ഇതൊരു സിമ്പിൾ പ്രോസസ്സ് അല്ല. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഈ മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പല സമയത്തും നമുക്ക് ഇതിൻ്റെ ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബ്രാൻഡ് നല്ല രീതിയിലാണോ, അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ള കുറേ ഡൗട്ട്സുകൾ നമുക്ക് കൂടുതലായിട്ടുണ്ടാവും ഇൻ കേസ് ഓഫ് ബ്രാൻഡ് ഈക്വിറ്റി. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റി ഒരിക്കലും പ്രോഫിറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഹയർ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാവാം, പക്ഷേ അവരുടെ പ്രൊഡക്റ്റ് പ്രോഫിറ്റ് നമ്മുടെ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് സംടൈംസ് ഇറ്റ് വിൽ ബി ആഡിങ് ഓൺ ടു ദ ഗുഡ് വിൽ. ചില പ്രൊഡക്റ്റ് ഗുഡ് വിൽ മാത്രം ആഡ് ചെയ്ത് എന്നാൽ അത്ര ഇൻകം ജനറേറ്റ് ചെയ്യാത്ത ചില പ്രൊഡക്റ്റുകളുണ്ട്. സോ പല ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ പല ലെവൽസിൽ നോക്കിയിട്ടാണ് നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുക ബ്രാൻഡ് ഇക്വിറ്റി. സോ വി വോണ്ട് ടു സീ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ വിച്ച് ആ ബ്രാൻഡ് ഇക്വിറ്റി ക്യാൻ ബി മെഷേർഡ്. അതിലെ ഫസ്റ്റ് ലെവലാണ് ഓർഗനൈസേഷൻ ലെവൽ, സെക്കൻഡ് ഇസ് എ പ്രൊഡക്റ്റ് ലെവൽ ആൻഡ് തേർഡ് ഇസ് എ കൺസ്യൂമർ ലെവൽ. In the organization level, the brand is taken as a financial asset. ഒരു ഓർഗനൈസേഷൻ ലെവലിൽ എങ്ങനെയാണ് ബ്രാൻഡിനെ കാണുന്നത്? ഒരു ഫിനാൻഷ്യൽ അസറ്റായിട്ട് കാണും. അപ്പം അതിനെ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? ശരിക്കും നമ്മളൊരു ബ്രാൻഡ് എന്ന് പറയുന്ന ഇൻടാഞ്ചിബിളാണ് അല്ലേ? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു അസറ്റ്, നമുക്ക് തൊട്ടറിയാൻ പറ്റാത്തൊരു അസറ്റാണ് ബ്രാൻഡ്. പക്ഷേ അതിനെ ഒരു ഫിനാൻഷ്യൽ ടേമിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് we will take the market capitalization and subtract it from the tangible asset. Tangible asset in the market capitalization കുറയ്ക്കും. ആൻഡ് ദ റെസിഡ്യൂൽ വാല്യൂ ഇല്ലേ, അതിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് നമ്മുടെ മാർക്കറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ കുറച്ച് കിട്ടുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇൻടാഞ്ചിബിളായി, അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിലാണെങ്കിൽ ഇന്റർ ബ്രാൻഡ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് കാൽക്കുലേറ്റ്സ് എ വാല്യൂ ബൈ ഡിസ്കൗണ്ടിങ് ദ പ്രൊജക്റ്റഡ് പ്രോഫിറ്റ് ടു എ പ്രസൻറ്റ് വാല്യൂ. നമ്മൾ പ്രൊജക്റ്റഡ് ഒരു പ്രോഫിറ്റ് ഉണ്ടാവും, അതിനെ പ്രസൻറ്റ് വാല്യൂ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഇൻ്റർ ബ്രാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർ ബ്രാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ നോക്കും. എന്നുവെച്ചാൽ ഇത് ഒരു റിസ്കിനെ ഫാക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റും, അത് ഒരു ഗ്ലോബൽ റീച്ച്, നമ്മുടെ ബ്രാൻഡ് എത്രത്തോളം ഗ്ലോബലി റീച്ച് ചെയ്യും, ഇതെല്ലാം അറിയുന്നത് നമ്മൾ ഓർഗനൈസേഷൻ ലെവലിലെ മെഷർമെൻറ്റിലൂടെയാണ്. And second one is a product level, in which the brand measurement is taken by comparing the price of an unbranded or private label product to an equivalent branded product. നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അൺബ്രാൻഡഡ് പ്രൊഡക്റ്റിനെ നമ്മുടെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഇക്വലൻ്റ് ആയിട്ടുള്ള ബ്രാൻഡഡ് പ്രൊഡക്റ്റും ആയിട്ടുള്ള പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഇൻ പ്രൈസസ് എന്താണോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ലെവലിൽ ഒരു ബ്രാൻഡിനെ മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ഇൻ പ്രൈസ് അസ്യൂമിങ് ഓൾ തിങ്സ് ഈക്വൽ ഇസ് ഡ്യൂ ടു ദ ബ്രാൻഡ്. പ്രൈസിന് വ്യത്യാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ എല്ലാ ഫാക്ടേഴ്സും സെയിം ആണ്, പക്ഷെ പ്രൈസിന് വ്യത്യാസം എന്ന് വെച്ചാൽ അത് ബ്രാൻഡ് കാരണമാണ്. സോ ദിസ് വേ വി ക്യാൻ മെഷർ ഇറ്റ് അറ്റ് ദി പ്രൊഡക്റ്റ് ലെവൽ. ആൻഡ് ദ തേർഡ് ലെവൽ ഇസ് എ കൺസ്യൂമർ ലെവൽ. കൺസ്യൂമർ ലെവൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ കസ്റ്റമേഴ്സിന് മനസ്സിൽ ആ പ്രൊഡക്റ്റിന് എന്താണ് വാല്യൂ ഉള്ളത്, ഓർ വാട്ട് ഇസ് എ ബ്രാൻഡ് അസോസിയേഷൻ ഓർ ദ ബ്രാൻഡ് ലോയൽറ്റി ദേ ഹാവ് ഇൻ ദെയർ മൈൻഡ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇമേജിൻ്റെ അവെയർനെസ് അതെല്ലാമാണ് ഈ കൺസ്യൂമർ ലെവലിൽ ചെയ്യുന്നത്. അപ്പം നമ്മളവിടെ ചെയ്യുന്നത് വെച്ചാൽ ഫ്രീ അസോസിയേഷൻ ടെസ്റ്റ് നടത്തും, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എല്ലാം കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിനോട്ടുള്ള പ്രിഫറൻസ് എന്ന് നമുക്കറിയാൻ പറ്റും. സംടൈംസ് ഒരു പ്രൊജക്റ്റുകളെല്ലാം ചെയ്ത് തന്നെ ഒരു കൺസ്യൂമർ പെർസെപ്ഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. പല പ്രൊജക്റ്റിലൂടെ ഓരോ സ്റ്റുഡൻസ് അടക്കം നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ പെർസെപ്ഷൻ, കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ എടുക്കും ത്രൂ ദ ക്വസ്റ്റ്യൻ. അതിനെയാണ് കൺസ്യൂമർ ലെവൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി 3 ടൈപ്സ് ഓഫ് മെഷർമെൻ്റ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ ഓർഗനൈസേഷൻ ലെവൽ മെഷർമെൻറ്റ്, ദെൻ പ്രൊഡക്റ്റ് ലെവൽ ആൻഡ് ഓൾസോ കൺസ്യൂമർ ലെവൽ. സോ ദീസ് ആർ ദ 3 one. So we have studied totally the brand equity. What are the sources? What are the major drivers?
and what are the major significance of brand equity was discussed. Then we have seen what are the ways or the 3 ways in which we can measure this brand equity at the organization level, at the product level, and also at the consumer level. So now we have finished the brand equity. So a small portion too we will take, that is a brand audit. With that we can end today's lecture and start the brand tracking in the next lecture onwards. So today the last one is a brand audit. Brand equity ആണ്. ഇനി brand audit എന്താണ്? Just a small briefing is given today. സോ ബ്രാൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിനേഷനാണ്. നമ്മുടെ ബ്രാൻഡ് ഇക്വിറ്റീനെ ഒരു എക്സാമിൻ ചെയ്യുന്നതിനാണ് ബ്രാൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഇക്വിറ്റി ഉള്ളതാണെങ്കിൽ അത് എത്രത്തോളം, അതിൻ്റെ സോഴ്സ് എത്രത്തോളം എക്സാമിൻ ചെയ്യണം, അത് ഒരു പുറത്തുനിന്നൊരാൾ ഫോക്കസ് ചെയ്യുന്നേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അതിനെയാണ് ബ്രാൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എ കൺസ്യൂമർ focused and also externally done, which involves several procedures to assess the health, uncover sources, and also suggest a way to improve or leverage its equity. എങ്ങനെയെല്ലാം നമുക്ക് ബ്രാൻഡിനെ കൂടുതലായിട്ട് ഹെൽത്തി ആക്കാം, എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കണ്ടുപിടിക്കാനാണ് ബ്രാൻഡ് ഓഡിറ്റിംഗ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ or always done by an external source and is also consumer focused exercise. So the definition given by the Smith and Jones is, it is a diagnostic tool that helps the companies to evaluate how effectively they represent and deliver their brand strategy across all points of consumer conduct. എല്ലായിടത്തൂടെ എല്ലാ പോയിന്റ്സ് ഓഫ് കൺസ്യൂമർ കോണ്ടാക്റ്റിലൂടെ എങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ സ്ട്രാറ്റജി എത്തിക്കുന്നത്, അത് എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ബ്രാൻഡ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ. ഡയഗ്നോസ്റ്റിക് ടൂൾ ദാറ്റ് ഹെൽപ്സ് എ കമ്പനി ടു ഇവാലുവേറ്റ് ഹൗ എഫക്റ്റീവ്ലി ദേ റെപ്രസെൻറ്റ് ആൻഡ് ഡെലിവർ ദെയർ ബ്രാൻഡ് സ്ട്രാറ്റജി അക്രോസ് ഓൾ പോയിന്റ്സ് ഓഫ് കൺസ്യൂമർ കോണ്ടാക്ട്. അപ്പോൾ ഒരു കൺസ്യൂമർ ഫോക്കസ്ഡ് ആണ്, അത് ഇതിലൂടെ കുറച്ചുകൂടി മനസ്സിലായി. പക്ഷേ ഇതെന്തിനാണ് ചെയ്യുന്നത്? To maximize and leverage the long-term brand equity. ബ്രാൻഡ് ഇക്വിറ്റി മാക്സിമം ആക്കാൻ, അതുപോലെ നമ്മൾ ഹെൽത്തി ആക്കാൻ, ഒരു ബ്രാൻഡിനെ ഹെൽത്തി ആക്കുക, അവരുടെ സോഴ്സസ് എങ്ങനെയാണ് അവർക്ക് ബ്രാൻഡ് ഇക്വിറ്റി കിട്ടിയത് അതെല്ലാം അറിയാനും അതെല്ലാം ക്ലിയർ ആക്കാനും ഒക്കെയാണ് ബ്രാൻഡ് ഓഡിറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിലൂടെ നമ്മൾ ഈ മെത്തേഡ്സ് എല്ലാം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എന്തെല്ലാം മേജർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്? ആദ്യം കറൻറ്റ് സോഴ്സ് സാറ്റിസ്ഫാക്ടറി, ഇപ്പോൾ ഉള്ള സോഴ്സസ് എല്ലാം സാറ്റിസ്ഫാക്ടറി ആണോ, നമ്മുടെ ബ്രാൻഡ് അസോസിയേഷൻ നല്ലതാണോ, ലോയൽറ്റി നല്ലതാണോ, പെർസീവ്ഡ് ക്വാളിറ്റി നല്ലതാണോ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കും. ഡു സർട്ടൻ ബ്രാൻഡ് അസോസിയേഷൻ നീഡ് ടു ബി സ്ട്രെങ്തൻ, ഇതിൽ ഏത് സോഴ്സാണ് കൂടുതൽ നമുക്ക് സ്ട്രെങ്ത് ചെയ്യേണ്ടത്? ബ്രാൻഡ് അവയർനെസ് കൂട്ടണോ, അത് സാറ്റിസ്ഫാക്ഷൻ കൂട്ടണോ, ലോയൽറ്റി കൂട്ടണോ, എന്താണ് നമ്മൾ കൂടുതലായി കൂട്ടേണ്ടത്? പിന്നെ എന്തെങ്കിലും യുണീക്നെസ് ഉണ്ടോ നമ്മുടെ പ്രൊഡക്റ്റിന്? ദാറ്റ് ഇസ് ജസ്റ്റ് ദ ബ്രാൻഡ് ലാക്ക് സം കൈൻഡ് ഓഫ് യുണീക്നെസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആവില്ല. സോ ഇഫ് ഇറ്റ് ലാക്ക് സംതിങ്, ദെൻ വാട്ട് ബ്രാൻഡ് ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ്, ഇപ്പോൾ ബ്രാൻഡിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോഴും ഉള്ളത്, ഇതിൽ നമ്മൾ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യം, ഒരു കൺസ്യൂമറിൻ്റെ പെർസെപ്ഷൻ എന്താണ്, അതുപോലെ ഒരു ഫേമിൻ്റെ പെർസെപ്ഷൻ എന്താണ്, ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് ഓഡിറ്റിങ്ങിലൂടെയാണ്. സോ നൗ വി വോണ്ട് ടു ഡിസ്കസ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ്. എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ബ്രാൻഡ് ഓഡിറ്റിങ്ങിലൂടെ കിട്ടുന്നത്? ഇറ്റ് ഗീവ്സ് എ ബെറ്റർ ഐഡിയ അബൌട്ട് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ബ്രാൻഡ് പോർട്ട്ഫോളിയോ. ഒരു കറൻറ്റ് ബ്രാൻഡ് പോർട്ട്ഫോളിയോയിൽ എന്ന് വെച്ചാൽ, ബ്രാൻഡ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ആ ബ്രാൻഡിൻ്റെ കീഴിലുള്ള പല രീതിയിലുള്ള പ്രൊഡക്ട്സിനെ നമുക്ക് ബ്രാൻഡ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. ഇപ്പം നമ്മൾ അസറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയാം. വെച്ചാൽ പല രീതിയിലുള്ള സ്റ്റോക്കായിരിക്കും നമുക്കുണ്ടാകും, അതിൻ്റെ ഒരു കൂട്ടം. അപ്പോൾ ബ്രാൻഡിൻ്റെ കീഴിലുള്ള പല പല പ്രൊഡക്റ്റുകളുണ്ട്, അതിനാണ് ബ്രാൻഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഡിറ്റിങ്ങിലൂടെ എന്തൊക്കെയാണ് നമുക്കുള്ള സ്ട്രെങ്ത്, വാട്ട് ആർ ദ മേജർ വീക്ക്നെസ് ഇൻ എ കമ്പനി ഓർ എ ഫേം, ഇറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ദ ബെറ്റർ ഐഡിയ. ദെൻ ഡിറ്റർമിൻസ് കറൻറ്റ് പൊസിഷനിങ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പൊസിഷനിങ് എന്താണ്, ഇഫ് വി നീഡ് ടു റീപൊസിഷൻ അവർ പ്രൊഡക്റ്റ്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും ത്രൂ എ ബ്രാൻഡ് ഓഡിറ്റിംഗ്. Then it evaluates if any gap is there in between the perception of the external and internal stakeholders. Internal and external stakeholders ഉണ്ട് കമ്പനീസ്. ഇൻറ്റേർണൽ വെച്ചാൽ അതിൻ്റെ എംപ്ലോയീസ് ഉണ്ടാവും, അവിടുത്തെ മാനേജ്മെൻറ്റ് ഉണ്ടാവും, എല്ലാവരും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ
എക്സാമ്പിൾ അവരുടെ സപ്ലയേഴ്സ് ഉണ്ടാവും, നമുക്ക് ഗുഡ്സ് തരുന്ന അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് തരുന്ന നമ്മുടെ സപ്ലയേഴ്സ്, ഓർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന NBFCs, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ്, അതെല്ലാം എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇവരുടെ പെർസെപ്ഷൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ബ്രാൻഡ് പെർസെപ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, എന്നാൽ എത്രത്തോളം നമുക്ക് അതിനിടയിൽ ഗ്യാപ്പ് ഉണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇറ്റ് ഡിറ്റർമിൻസ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പൊസിഷൻ എന്താണ് ഇൻ റിലേഷൻ ടു ദ കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ നല്ല പൊസിഷനിലാണോ എന്നതെല്ലാം അറിയാൻ ബ്രാൻഡ് ഓഡിറ്റിങ്ങിലൂടെ പറ്റും. ആൻഡ് ഇറ്റ് ബിൽഡ്സ് അസോസിയേഷൻ ആൻഡ് പേഴ്സണാലിറ്റീസ്. വി ക്യാൻ ബിൽഡ്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള അസോസിയേഷൻ അതേപോലെ പേഴ്സണാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ബ്രാൻഡ് ഓഡിറ്റിങ്ങിലൂടെ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു outsmart the competitors. It helps us to outperform the competitors, outsmart the competitors and understand the customer needs, preference and priorities in a specific market. നമ്മുടെ പുതിയ സ്ട്രാറ്റജി കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, എന്തെല്ലാം പ്രയോറിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും ത്രൂ ആ ബ്രാൻഡ് ഓഡിറ്റിംഗ്. സോ ദീസ് ആർ ദ മേജർ benefits of having a brand auditing. Brand auditing is the comprehensive examination. It is a diagnostics tool in which we evaluate how effectively the strategies are taken in relation to consumer focus. It helps to increase the brand equity and leverage the long-term brand equity to increase or improve the health of the brand. It is a third-party analysis. It helps in reducing the gap or evaluating the gap in between the external and internal stakeholders. These all were discussed. So today we have discussed the two topics, that is brand audit and brand equity. So brand equity കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു, and brand audit is just the benefits is discussed. Okay, so tomorrow we can, or the next day we can meet with the brand tracking. What is meant by brand tracking and what are the major things in that we can discuss. Or it's a small portion. With that I can end that day's lecture and start the module number 5. Okay, so that's all for the day. Thank you.